അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ ആലിഹി വസഹബി അജ്മഈൻ. പ്രിയമുള്ള ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയാമോ? പാപ്പരായവർ ആരാണ് എന്നാണ് ചോദ്യം. സഹാബിമാർ ഒന്നടങ്കം മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഒരു ദിർഹം പോലും കയ്യിലില്ലാത്തവനാണ് പാപ്പർ അഥവാ പരമ ദരിദ്രൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മറുപടി നൽകി, ദിർഹമോ വിഭവമോ ഒന്നുമില്ലാത്തവരല്ല പാപ്പർ, അവർ ഇവരാണ്. നാളെ ഒരു വിഭാഗം ആളുകൾ പരലോകത്തിലെത്തും. അവർ ഈ ലോക ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ചവരാണ്. അധ്വാനത്തിൻ്റെ ഭാരവുമായാണ് അവർ അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുക. ഈ ലോകത്തിൽ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് അധ്വാനിച്ചവരായിരുന്നു. നല്ല ഭക്തരായിരുന്നു അവർ. ആരാധന കാര്യങ്ങളിലൊക്കെ നല്ല നിഷ്കർഷ പുലർത്തിയിരുന്നു. ദാനധർമ്മങ്ങളിലും മറ്റും വളരെ മുൻപന്തിയിലായിരുന്നു അവർ. നമ്മുടെ ദൃഷ്ടിയിൽ അവർ നല്ലവരും ഭക്തരുമായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ കണക്കെടുപ്പിൽ അവർ തികച്ചും ഒന്നുമില്ലാത്തവരായി മാറി. കാരണം അവർ ഈ നന്മകൾക്കൊപ്പം ഒരുപാട് ഉപദ്രവങ്ങൾ തൻ്റെ കൂടപ്പിറപ്പുകളോട് ചെയ്തു. തൻ്റെ അയൽക്കാരനെ ദ്രോഹിച്ചു. കുടുംബബന്ധത്തിലുള്ളവൻ്റെ സ്വത്ത് അന്യായമായി തട്ടിയെടുത്തു. തൻ്റെ സഹോദരൻ്റെ അഭിമാനം ഹനിക്കുമാറ് പ്രവർത്തിച്ചു. തൻ്റെ അധികാരവും സാമ്പത്തിക കഴിവും ഉപയോഗിച്ച് അന്യരെ ദ്രോഹിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്ത ആ മനുഷ്യൻ തൻ്റെ ഇരകളോട് ചെയ്ത ക്രൂരകൃത്യങ്ങളെ അള്ളാഹു വിചാരണവേളയിൽ അവർക്ക് മുമ്പിൽ തുറന്നു വച്ചു. ഇരയാക്കപ്പെട്ടവരെയൊക്കെ അള്ളാഹു വിളിച്ചു വരുത്തും. ചോദ്യം ചെയ്ത് ഓരോരുത്തർക്കും ലഭിക്കാനുള്ളത് ഇയാളിൽ നിന്നും വസൂലാക്കി നൽകും. ഇയാളുടെ ദ്രോഹത്തിന് പകരം അയാളുടെ നന്മകൾ അപരന് എടുത്തു നൽകും. അവസാനം നന്മകളൊക്കെ തീർന്നാൽ ആരാണോ അപമാനിക്കപ്പെട്ടത്, ആരാണോ ദ്രോഹിക്കപ്പെട്ടത്, അവരുടെ തിന്മകൾ ഇയാൾക്ക് ചാർത്തി നൽകും. അവസാനം പരലോകത്തിൽ ഒന്നുമില്ലാത്തവനായി ഇയാൾ മാറും. ഇങ്ങനെയുള്ളവരത്രേ പാപ്പരായവർ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ വിവരണം അവർ ശ്രദ്ധിച്ചു കേട്ടു. നാം കരുതിയിരിക്കുക സഹോദരങ്ങളെ, ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ അതോടൊപ്പം തന്നെ ധാരാളം തിന്മകളും നമ്മിൽ നിന്ന് വരാൻ സാധ്യത ഏറെയാണ്. അള്ളാഹുവിനോട് വന്നു പോകുന്ന തെറ്റുകൾ ശിർക്കൊഴികെ അള്ളാഹു പുറത്തു തന്നേക്കാം. എന്നാൽ തൻ്റെ സഹോദരനോട്, തൻ്റെ സമൂഹത്തോട് ഒക്കെ ചെയ്യുന്ന തെറ്റുകൾ, അപരാധങ്ങൾ, അവർ ആരാണോ ഇരയാക്കപ്പെട്ടത് അവർ തന്നെ നമുക്ക് പുറത്തു തന്നില്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്കും ഈ ഗതിയായിരിക്കും വന്നു ചേരുക. നാം അതീവ ജാഗ്രത പുലർത്തേണ്ടവരായി ആണ് ഇക്കാര്യത്തിൽ. മർദ്ദിതൻ്റെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയില്ല. മർദ്ദിതനും അള്ളാഹുവിനുമിടയിൽ യാതൊരു മറയുമില്ല എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യക്തികളോടുള്ള കടമകൾ നിറവേറ്റുകയും തൻ്റെ സഹോദരൻ്റെ അവകാശങ്ങൾ ഹനിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ നമ്മിൽ നിന്നും വർജിക്കാൻ നാം കണിശത പുലർത്തുകയും ചെയ്താൽ
നമുക്ക് ഈ കുറ്റങ്ങളിൽ നിന്നും ഒഴിവാകാൻ സാധിക്കും. പരസ്പരം കുറ്റപ്പെടുത്തിയും കുത്തുവാക്കുകൾ പറഞ്ഞും മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തും നമ്മുടെ നന്മകൾ ചോർന്നു പോകാതെ നാം ശ്രദ്ധിക്കണം. അള്ളാഹു അവൻ്റെ അടിമകളുടെ വേഷവിധാനത്തിലോ ഭക്തി പ്രകടനത്തിലോ അല്ല നോക്കുന്നത്, അവൻ്റെ ഹൃദയത്തിലേക്കാണ്. ശുദ്ധമായ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കൽബുൻ സലീമുകളായി നമുക്ക് മാറാൻ സാധിക്കണം. ഇതിന് പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.